കള്ളന്മാർ പല രൂപത്തിലും നമ്മുടെ നാട്ടിൽ വരും കേട്ടോ. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല വേഷങ്ങൾ വിട്ട് വരികയും ചെയ്യും. അതിലൊന്നും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടരുത്. കാരശ്ശേരിയിൽ നടന്ന ഒരു മോഷണത്തിൻ്റെ കഥയാണ്. പ്രിയപ്പെട്ടവരെ, പണ്ട് കാലത്തെ നമ്മൾ ഈ രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് പോകാൻ ആൾക്കാർക്ക് പേടിയായിരുന്നു. എന്താ പേടിയെന്നറിയാമോ? ഇപ്പോൾ അങ്ങനെ പേടി ആർക്കുമില്ല. ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സമയത്ത് യക്ഷി പിടിക്കും എന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരു 10-20 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 10-20 വർഷമായിട്ട് യക്ഷിയെക്കുറിച്ച് ആർക്കും വലിയ പേടിയൊന്നുമില്ല. യക്ഷിയെ എങ്ങനെ പോയി എന്നറിയാമോ? യക്ഷിയെ കളഞ്ഞത് നമ്മുടെ KSEB-യാണ്. വഴിവിളക്ക് വന്നതോടുകൂടി യക്ഷി അപ്രത്യക്ഷമായി. ശാസ്ത്രമാണ് യക്ഷിയെ ഓടിച്ചത്, ശരിയല്ലേ? അപ്പോൾ വഴിവിളക്ക് വന്നപ്പം യക്ഷി എന്നുള്ളതൊക്കെ ഇല്ലാതെയായി. പക്ഷേ ചില കള്ളന്മാർ വെളുത്ത വസ്ത്രം ധരിച്ചു വരും, മാനായും മാരീചനായും വരും എന്ന് കേട്ടതുപോലെ കള്ളന്മാരെ കുറിച്ചൊക്കെ അങ്ങനെ പലതും പറയാറുണ്ട്. നമുക്ക് കോഴിക്കോട്ട് പോയാൽ ഒരു വ്യത്യസ്തമായ മോഷണക്കഥ ഞാൻ പറയാം. കാരശ്ശേരിയിലാണ് കേട്ടോ. കാരശ്ശേരി മലാംകുന്നിൽ മോഷണം പതിവാണ്. കള്ളൻ എങ്ങനെയാണ് വരുന്നത് എന്നറിയാം. സാധാരണ ഇതിൽ കള്ളന്മാർ വരുന്നത് എങ്ങനെയാണ്? കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് ശരീരമാസങ്ങളും എണ്ണയൊക്കെ പൂശി അങ്ങനെയൊക്കെയാണ് കള്ളന്മാരെന്നൊക്കെ പറഞ്ഞാൽ. കണ്ണിലൊരു കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് ഒക്കെ വരും. പക്ഷേ ഇതങ്ങനല്ല. നല്ല തൂവെള്ള വസ്ത്രമൊക്കെ ധരിച്ചു വരുന്ന കള്ളൻ. വെള്ള വസ്ത്രവും നിസ്കാരക്കുപ്പായവും ധരിച്ചാണ് മോഷ്ടാവെത്തുന്നത്. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ ഒരു പള്ളിയിലെ ഇൻവെർട്ടർ മോഷണം പോയിരുന്നു. സമീപത്തെ വീട്ടിൽ നിന്ന് റബ്ബർ ഷീറ്റും മോഷണം പോയി. മോഷ്ടിക്കുന്ന ആളെ കണ്ടു കഴിഞ്ഞ പേരിക്കും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കും. ശരത്ത് SS ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഈ കള്ളനെ കണ്ടു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്ന് ഇറങ്ങി വന്ന ശവശരീരം പോലെ ഉണ്ടല്ലോ, ഇങ്ങനെ നടന്ന് റബ്ബർ പറക്കുന്നു, സാധനങ്ങൾ മുട്ടിച്ചുകൊണ്ട് പോകുന്നു. ഇതാരാ കക്ഷി? എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? വ്യത്യസ്തനായൊരു കള്ളൻ. അരുൺകുമാർ, അതായത് ഈ ദൃശ്യം കണ്ടപ്പോൾ ആദ്യം കിളിച്ചുണ്ട മാമ്പഴത്തിലൊരു സീനുണ്ട്. അതായത് വെള്ളാട്ട പോക്കർ എന്ന് പറയുന്നത്. സമാനമായ രീതിയിൽ വെള്ള വസ്ത്രം ധരിച്ച് ആളുകളെ ഭീതിയിലാഴ്ത്തുന്ന മോഷ്ടാവാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹം കാരശ്ശേരി മലാംകുന്ന് ഭാഗത്താണ് ഇത്തരത്തിൽ മോഷണം നടത്തിയിട്ടുള്ളത്. ഒരു പള്ളിയിലെ ഇൻവെർട്ടറും ഒപ്പം സമീപത്തെ ഒരു വീട്ടിലെ റബ്ബർ ഷീറ്റുകളുമാണ് ഇയാൾ മോഷ്ടിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസും നാട്ടുകാരും വളരെ രീതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാർ വലിയ ഭീതിയിലാണ്. കാരണം ഇത്തരത്തിൽ രാത്രി ഒരാളെ കണ്ടാൽ സ്വാഭാവികമായും ആളുകൾ പേടിച്ചു പോകും. ആ രീതിയിലാണ് ഈ വേഷവിധാനം എന്നുള്ളതാണ്. അതായത് വെള്ള വസ്ത്രവും നിസ്കാരത്തിന് ഉപയോഗിക്കുന്ന വസ്ത്രവുമൊക്കെയാണ് ഇയാൾ ഉപയോഗിക്കുന്നത്. ആ രീതിയിൽ പൂർണ്ണമായും വെളുത്ത വസ്ത്രം വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കേട്ട കഥകളിലൊക്കെ തന്നെ ഈ പ്രേതത്തിന്റെ വസ്ത്രം എന്നൊക്കെ പറയുന്നത് പോലെ വെള്ള വസ്ത്രം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരത്തിൽ ചിന്തിക്കുന്നവർ പെട്ടെന്ന് ഞെട്ടിപ്പോകാൻ, പേടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ ആളുകൾ ഈ ഭാഗങ്ങളിൽ ഭീതിയിലാണ് താണും. പക്ഷേ എന്തായാലും പോലീസ് കള്ളനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. CCTV കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ചില CCTVയിൽ ഇയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതോടുകൂടി തന്നെ ഈ കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസും നാട്ടുകാരും രാത്രിയൊക്കെ തന്നെ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കിക്കേ, രാത്രി കാലത്തെ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നു എന്നിരിക്കുക. ലൈറ്റ് ഇടാതെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ വെളുത്ത വസ്ത്രം ഇട്ട് നിൽക്കുന്നയാൾ മുകളിൽ വന്നിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പോസ്റ്റ്മോർട്ടം ടേബിളിൽ എഴുന്നേറ്റ് വന്നിരിക്കുന്ന ശവശരീരം പോലെ ഇങ്ങനെ നിൽക്കും അല്ലേ?